2026 കായിക രംഗത്തിന് മറക്കാനാകാത്തൊരു വർഷമാണ്. ക്രിക്കറ്റിലും ഫുട്ബോളിലുമെല്ലാം ലോകകപ്പുകൾ നടക്കുന്ന വർഷം. ഇക്കുറി ഫെബ്രുവരിയിൽ ആരംഭിക്കുന്ന T20 ലോകകപ്പിൽ ഒരു ഇന്ത്യ-പാക് സ്വപ്ന ഫൈനൽ വരുമോ? അതിൽ ആർത്തിരമ്പുന്ന സമുദ്രം കണക്കെയുള്ള ഗാലറികളെ സാക്ഷിയാക്കി സഞ്ജു സാംസന്റെ സിക്സറിൽ നീലപ്പട മൂന്നാം T20 ലോകകപ്പ് നേടുന്നു. ഏഷ്യൻ മണ്ണിൽ വീണ്ടും ഒരു T20 ലോകകപ്പ് കൊടുങ്കാറ്റിന് കാത്തിരിക്കുകയാണ് ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ക്രിക്കറ്റ് ആരാധകർ. സ്വന്തം നാട്ടിലെ കാണികൾക്ക് മുന്നിൽ മൂന്നാം T20 ലോകകപ്പ് നേടി ക്രിക്കറ്റിൽ പുതുചരിത്രം രചിക്കാൻ സഞ്ജുവിനും കൂട്ടർക്കും കഴിയുമോ? ഓസ്ട്രേലിയയും ദക്ഷിണാഫ്രിക്കയും ന്യൂസിലൻഡും ഇംഗ്ലണ്ടും പാകിസ്ഥാനും എല്ലാം ഉയർത്തുന്ന വെല്ലുവിളികളെ അതിജീവിക്കാൻ ടീം ഇന്ത്യക്കാകുമോ? കരീബിയൻ മണ്ണിൽ രണ്ടാം T20 ലോകകപ്പ് നേടിയ നീലപ്പടയ്ക്ക് ഇക്കുറി കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല. രോഹിത്തും കോഹ്ലിയും ഇല്ലാതെ ഒരു ICC കിരീടം കൂടി നേടാനുള്ള മനക്കരുത്ത് ഗംഭീറിന്റെ പുതിയ ടീമിനുണ്ടോ? അങ്ങനെ ചോദ്യങ്ങൾ അനവധി ശേഷിക്കുമ്പോൾ ലോകകപ്പിന് മുന്നോടിയായി കിരീട സാധ്യതയുള്ള 5 ടീമുകളെ അവലോകനം ചെയ്തുകൊണ്ട് നമുക്കൊരു പവർ റാങ്കിങ് നടത്തി നോക്കിയാണ്. ദി ഫൈനലിസ്റ്റിലേക്ക് സ്വാഗതം. ഈ ലോകകപ്പിലെ ഒന്നാം സ്ഥാനത്തുള്ള ഫാൻസ് ഫേവറിറ്റുകൾ ടീം ഇന്ത്യ തന്നെയാണ്. മാച്ച് വിന്നർമാരുടെ നീണ്ട നിരയാണ് ഇന്ത്യയുടെ ലോകകപ്പ് ടീമിനെ ഒന്നാമത് നിർത്തുന്നത്. കളിയുടെ സമസ്ത മേഖലകളിലും എതിരാളികളെ അടിച്ചിരുത്താൻ പ്രാപ്തിയുള്ള താരങ്ങളാൽ സമ്പന്നമാണ് ടീം ഇന്ത്യയുടെ 15 സ്ക്വാഡ്. ICCയുടെ T20 റാങ്കിങ്ങിൽ ടോപ്പർമാരാണ് സൂര്യകുമാർ നയിക്കുന്ന ടീം ഇന്ത്യ. പാകിസ്ഥാൻ ഉൾപ്പെടുന്ന ഗ്രൂപ്പ് എയിൽ ഇന്ത്യക്ക് വെല്ലുവിളി ഉയർത്താൻ കാര്യമായ എതിരാളികളില്ല. എന്നാൽ രാജ്യത്തെ ആർത്തിരമ്പുന്ന സ്റ്റേഡിയങ്ങൾക്ക് നടുവിൽ നിന്ന് നോക്കൌട്ട് ഘട്ടത്തിലെ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ ടീമിന് കഴിയുമോ എന്നതാണ് നീലപ്പട നേടാൻ പോകുന്ന യഥാർത്ഥ പരീക്ഷ. റൺസ് വരൾച്ച കൊണ്ട് മോടി നഷ്ടപ്പെട്ട US വെസ്റ്റ് ഇൻഡീസും ആതിഥേയത്വം വഹിച്ച 2024 ലോകകപ്പിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും ഇത്തവണത്തേത്. ഇന്ത്യയിലെയും കൊളംബോയിലെയും വരണ്ട പിച്ചുകളിൽ റൺമഴ ഒരുക്കാൻ പ്രാപ്തിയുള്ള മികച്ച ബാറ്റിംഗ് സ്ക്വാഡ് ഇന്ത്യക്കുണ്ട്. സ്പിന്നർമാർക്ക് ആനുകൂല്യം ലഭിക്കുന്ന ഏഷ്യൻ പിച്ചുകളിൽ വരുൺ ചക്രവർത്തിയും കുൽദീപും നയിക്കുന്ന സ്പിൻ ആക്രമണ നിര ഏറെ നിർണായകമായ പങ്ക് വഹിക്കുമെന്ന് ഉറപ്പാണ്. ഓപ്പണിംഗിൽ അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും ചേർന്നൊരുക്കുന്ന ബാറ്റിംഗ് വെടിക്കെട്ട് പൂരവാങ്കും ഇന്ത്യയുടെ കിരീട പ്രതീക്ഷകൾക്ക് തിരികൊളുത്തുക. 2024 ലോകകപ്പിൽ ഒരു മത്സരം പോലും കളിക്കാനാകാത്ത സൂപ്പർ താരം സഞ്ജു സാംസണ് ഇക്കുറി സ്വന്തം കാണികൾക്ക് മുന്നിൽ ഇന്ത്യയെ കിരീടത്തിലേക്ക് നയിക്കാനുള്ള സുവർണാവസരമാണ് കൈവന്നിരിക്കുന്നത്. ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ എന്ന നിലയിൽ സഞ്ജു സാംസൺ ആദ്യ മത്സരം മുതൽ കളിക്കാനുണ്ടാകുമെന്ന് ഉറപ്പാണ്. കിട്ടുന്ന അവസരങ്ങൾ സഞ്ജു മുതലെടുത്തില്ലെങ്കിൽ സ്വാഭാവികമായും ഇഷാൻ കിഷന് ഗംഭീറിന്റെ വിളിയെത്തും. ടോപ്പ് ഓർഡറിൽ സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, ഇഷാൻ കിഷൻ എന്നിവരെ പോലുള്ള ബാറ്റർമാർക്ക് മികച്ച കൂട്ടുകെട്ടുകൾ പടുത്തുയർത്താൻ പ്രാപ്തിയുണ്ട്. ന്യൂസിലൻഡിനെതിരായ 5 മത്സരങ്ങളുടെ T20 പരമ്പരയിലൂടെ ക്യാപ്റ്റൻ സൂര്യ കൂടി ഫോമിൽ തിരിച്ചെത്തുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ഒരുപോലെ തിളങ്ങാനാകുന്ന ഹാർദിക് പാണ്ഡ്യ, അക്സർ പട്ടേൽ, ശിവം ദുബെ, വാഷിംഗ്ടൺ സുന്ദർ, ഹർഷിത് റാണ എന്നിവരുടെ സാന്നിധ്യവും മധ്യനിരയിൽ ബാറ്റിംഗ് ഓർഡറിന് കരുത്തേക്കും. ഈ ലോകകപ്പിൽ ഇന്ത്യ കപ്പടിക്കുകയാണെങ്കിൽ പ്ലെയർ ഓഫ് ദി സീരീസ് ആകാൻ ഏറ്റവും സാധ്യതയുള്ള താരം ഹാർദിക് പാണ്ഡ്യയാണ്. ഈ സ്ഥാനത്ത് ഹാർദിക്കിന് വെല്ലുവിളി ഉയർത്താൻ അക്സറും ശിവം ദുബെയും പരസ്പരം മത്സരിക്കുന്നുമുണ്ട്. ICC റാങ്കിങ്ങിലെ നമ്പർ 1 ബോളർ വരുൺ ചക്രവർത്തി നയിക്കുന്ന ഇന്ത്യൻ ബോളിംഗ് യൂണിറ്റ് അതിശക്തമാണ്. വിക്കറ്റ് ടേക്കിംഗ് സ്പിന്നർമാരായ അക്സർ പട്ടേൽ, കുൽദീപ് യാദവ്, വാഷിംഗ്ടൺ സുന്ദർ എന്നിവർക്കൊപ്പം പാർട്ട് ടൈം സ്പിന്നറായി അഭിഷേക് ശർമ്മയും പന്തറിയാനെത്തും. ജസ്പ്രീത് ബുംറയും അർഷ്ദീപ് സിംഗും നയിക്കുന്ന പേസ് യൂണിറ്റിൽ വിക്കറ്റ് എടുക്കുന്ന ഹാർദിക് പാണ്ഡ്യ, ഹർഷിത് റാണ, ശിവം ദുബെ എന്നിവരുടെ സേവനവും നിർണായകമാകും. മിച്ചൽ മാർഷ് നയിക്കുന്ന ഓസീസിന്റെ 15 സാധ്യതാ ടീമിനെ കഴിഞ്ഞ ദിവസമാണ് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ബോർഡ് പ്രഖ്യാപിച്ചത്. പരിക്കിന്റെ പിടിയിലുള്ള കങ്കാരുപ്പടയിൽ അന്തിമ 11-ൽ ഇനിയും മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. T20 ഫോർമാറ്റിൽ നിന്നും വിരമിച്ച പേസർ മിച്ചൽ സ്റ്റാർക്ക് ഇല്ലാതെയാണ് ഓസീസ് ലോകകപ്പിന് വരുന്നത്. പരിക്ക് വലയ്ക്കുന്ന ജോഷ് ഹേസ്ലൂട്ടിനെയും പാറ്റ് കമിൻസിനെയും ടിം ഡേവിഡിനെയും എല്ലാം ഉൾപ്പെടുത്തിയാണ് ഓസ്ട്രേലിയൻ സ്ക്വാഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം ഇന്ത്യയിലെയും ശ്രീലങ്കയിലെയും സാഹചര്യങ്ങൾ ധൈര്യത്തോടെ കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ള കളിക്കാരുടെ സംഘമാണിതെന്നാണ് ഓസ്ട്രേലിയൻ സെലക്ടർ ജോർജ് ബെയ്ലി വ്യക്തമാക്കുന്നത്. നിലവിൽ ICC റാങ്കിങ്ങിലെ 2ാം സ്ഥാനക്കാരായ ഓസീസ് ടീമിൽ കൂടുതലും പുതുതലമുറക്കാരാണ്. ട്രാവിസ് ഹെഡ്, ടിം ഡേവിഡ്, കാമറൂൺ ഗ്രീൻ, ജോഷ് ഇംഗ്ലീഷ് എന്നീ കൂറ്റനടിക്കാർക്ക് പുറമെ
ഗ്ലെൻ മാക്സ്വെൽ കൂടി എത്തുന്നത് അവരുടെ ബാറ്റിങ്ങിന് ആഴം നൽകുന്നുണ്ട്. അതേസമയം ഇന്ത്യൻ പിച്ചുകളിൽ തിളങ്ങാനാകുന്ന വൈവിധ്യമാർന്ന സ്പിന്നർമാരെ കൂടി ഉൾപ്പെടുത്തിയാണ് ഓസീസ് ടീം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആദം സാംബ നയിക്കുന്ന സ്പിൻ ആക്രമണ നിരയിൽ മാത്യു കുനേമാൻ, കൂപ്പർ കൊണോളി, ഓൾറൗണ്ടർമാരായ ഗ്ലെൻ മാക്സ്വെൽ, മാത്യു ഷോട്ട് എന്നിവരും നിർണായക പ്രകടനം നടത്തും. ഹാരി ബ്രൂക്ക് നയിക്കുന്ന ഇംഗ്ലണ്ടും ശക്തരാണ്. ICC റാങ്കിങ്ങിൽ 3-ാം സ്ഥാനക്കാരായ ഇംഗ്ലീഷ് പടയിൽ നിരവധി മാച്ച് വിന്നർമാരുണ്ട്. ഫിൽ സോൾട്ട്, ജോസ് ബട്ട്ലർ, ബെൻ ഡക്കറ്റ്, ജേക്കബ് ബദൽ എന്നിവരടങ്ങിയ ഇംഗ്ലണ്ട് വെടിക്കെട്ട് ബാറ്റർമാരാൽ സമ്പന്നരാണ്. സോൾട്ടും ബട്ട്ലറും തുടങ്ങി വെക്കുന്ന വെടിക്കെട്ട് തുടക്കത്തിനൊത്ത് കത്തിക്കയറാൻ മധ്യനിരയ്ക്ക് കൂടി സാധിച്ചാൽ ഇംഗ്ലണ്ടിനെ ഈ ലോകകപ്പിൽ പിടിച്ചാൽ കിട്ടില്ലെന്ന് ഉറപ്പാണ്. ജോഫ്ര ആർച്ചർ നയിക്കുന്ന പേസ് പടയിൽ സാം കറൻ, ജാമി ഓവർട്ടൺ, ജോഷ് ടങ്, ലൂക്ക് വുഡ് എന്നിവരുടെ സാന്നിധ്യം നിർണായകമാകും. ആഷസ് പരമ്പരയിലും ദി 100 ടൂർണമെന്റിലും പുറത്തെടുത്ത മികവാണ് ജോഷ് ടങ്ങിനെ ലോകകപ്പ് സ്ക്വാഡിൽ എത്തിച്ചത്. ആദിൽ റഷീദ് നയിക്കുന്ന സ്പിൻ ആക്രമണത്തെ പിന്തുണയ്ക്കാൻ ഇടങ്കയ്യൻ സ്പെഷ്യലിസ്റ്റ് ഓർത്തഡോക്സ് സ്പിന്നറായ ലിയാം ഡോസണുമുണ്ട്. ഇക്കുറി T20 ലോകകപ്പിനെത്തുന്ന ടീമുകളിൽ ഏറ്റവും സന്തുലിതമായ ടീമാണ് ദക്ഷിണാഫ്രിക്ക. നേരത്തെ ഇന്ത്യൻ പര്യടനം നടത്തിയ ടീമിലെ ഭൂരിഭാഗം പേരും ഈ ലോകകപ്പിനെത്തുന്നുണ്ട്. ഓൾറൗണ്ടർമാരിൽ സമ്പന്നമാണ് പ്രോട്ടീസ് T20 സ്ക്വാഡ്. തങ്ങളുടേതായ ദിവസങ്ങളിൽ എതിരാളികളുടെ ഉറക്കം കെടുത്താൻ പ്രാപ്തിയുള്ള പ്രകടനം അവർ പുറത്തെടുത്തേക്കാം. ഇന്ത്യൻ പര്യടനത്തിനിടെ പരിക്കേറ്റ കഗീസോ റബാഡ ടീമിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. എയ്ഡൻ മാർക്കം നയിക്കുന്ന 15-അംഗ ടീമിൽ ബാറ്റർമാരായി ക്വിന്റൺ ഡീകോക്ക്, ഡിവാൾ ബ്രവിസ്, ഡേവിഡ് മില്ലർ, ഡോണോവൻ ഫെരേര, ജോർജ് ലിൻഡെ, ടോണി ഡി സോർസി എന്നിവർ ഇടം പിടിച്ചിട്ടുണ്ട്. മാർക്കോ ജാൻസണും ലുങ്കി എങ്കിഡിയും റബാഡയും നയിക്കുന്ന പേസ് ബൗളിംഗ് നിരയിലേക്ക് സൗത്ത് ആഫ്രിക്കൻ T20 ലീഗിൽ തിളങ്ങിയ ആൻഡ്രിച്ച് നോട്ടെ കൂടി തിരിച്ചെത്തിയിട്ടുണ്ട്. കോർബിൻ ബോഷും ജേസൺ സ്മിത്തും കൂടി ചേരുമ്പോൾ ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റും അതിശക്തമാണ്. T20 ലോകകപ്പിനുള്ള ന്യൂസിലാൻഡ് സ്ക്വാഡിനെ ഇതേവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും എതിരാളികൾക്ക് അവർ ഭീഷണിയാകുമെന്നതിൽ സംശയമൊന്നുമില്ല. ഇന്ത്യക്കെതിരായ T20 പരമ്പരയ്ക്ക് ശേഷമാകും ടീമിന്റെ പ്രഖ്യാപനമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എക്കാലത്തെയും പോലെ മാച്ച് വിന്നർമാരായ ഓൾറൗണ്ടർമാരുടെ സാന്നിധ്യമാണ് കീവീസ് ടീമിനെ ശക്തരാക്കുന്നത്. ഡെവൺ കോൺവേയും രജിൻ രവീന്ദ്രയും നൽകുന്ന സ്ഫോടനാത്മകമായ തുടക്കമാണ് കീവീസിന്റെ കരുത്ത്. മൈക്കൽ ബ്രേസ്വെൽ, മാർക്ക് ചാപ്മാൻ, ജേക്കബ് ഡഫി, സാക് ഫോൾസ്, മാറ്റ് ഹെൻറി, കൈൽ ജാമിസൺ, ബെവൺ ജേക്കബ്സ്, ഡാരിൽ മിച്ചൽ, ജെയിംസ് നീഷാം, ഗ്ലെൻ ഫിലിപ്സ് എന്നിവരൊക്കെയും ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും മത്സരത്തിൽ ഇമ്പാക്റ്റ് സൃഷ്ടിക്കാൻ പ്രാപ്തിയുള്ളവരാണ്. ടിം റോബിൻസിനെ പോലുള്ള സമീപകാലത്ത് T20 ഫോർമാറ്റിൽ സെഞ്ചുറി നേടിയ ബാറ്റർമാരുടെ സാന്നിധ്യവും ന്യൂസിലൻഡിനെ അപകടകാരികളാക്കുന്നുണ്ട്. നായകൻ മിച്ചൽ സാൻഡർ നയിക്കുന്ന സ്പിൻ ആക്രമണത്തിൽ ഇന്ത്യൻ വംശജനായ ഇഷ് സോദിയുടെ ലെഗ് ബ്രേക്കുകളും നിർണായകമാകും. T20 ലോകകപ്പ് നേടാൻ സാധ്യതയുള്ള ടീമുകൾ ആരൊക്കെയെന്ന് നിങ്ങൾക്കും വ്യക്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകുമല്ലോ. അതെല്ലാം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും. കായിക ലോകത്തെ മറ്റൊരു വിശേഷവുമായി ദി ഫൈനലിസ്റ്റിൽ അടുത്ത ആഴ്ച കാണാം. നമസ്കാരം.